ഈ വിഷയത്തിൻ്റെ രണ്ടാമത്തെ ക്ലിപ്പിലേക്ക് നമ്മൾ വന്നിരിക്കുക. പുരുഷാരത്തെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടു എന്നുള്ള വിഷയത്തിൻ്റെ രണ്ടാമത്തെ ക്ലിപ്പിലേക്ക്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഇടയന്മാർ അവരുടെ ദൗത്യം കൃത്യമായിട്ട് നിറവേറ്റുന്നില്ല. സഭകളെ നടത്തുന്ന പാസ്റ്റർമാർ, ശുശ്രൂഷകന്മാർ ദൈവവചനം അവരെ പഠിപ്പിക്കുന്നില്ല. ഞാനിതിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ പഠിച്ച ഉപദേശരൂപത്തിന് വിരുദ്ധമായി ആരെങ്കിലും അല്ലേ, പഠിച്ച ഉപദേശത്തിന് വിരുദ്ധമായ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് കൈക്കൊള്ളാൻ പാടില്ല. പഠിച്ച ഉപദേശത്തിന് വിരുദ്ധമായി ദ്വന്ദ്വപക്ഷങ്ങൾ, ഇടർച്ചകൾ ഉണ്ടാകുന്നവരെ സൂക്ഷിച്ചു കൊള്ളുകയും. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരുദ്ധമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം പറഞ്ഞാൽ ശപിക്കപ്പെട്ടവൻ. അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന ഉപദേശത്തിൻ്റെ വ്യവസ്ഥ വിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചാൽ അവർ തെറ്റിപ്പോകും, അവർ കുഴഞ്ഞു പോകും, അവർ ചിതറിപ്പോകും, അവർ പ്രത്യാശയില്ലാത്തവരാകും, കർത്താവിൻ്റെ വരവിൽ അവർ കൈവിടപ്പെട്ടു പോകും. അതവിടുത്തെ വിഷയം. ഹല്ലേലൂയ. ഇനി മത്തായിയുടെ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലിലൂടെ അകത്ത് കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. ഇവിടെ കർത്താവ് പറഞ്ഞു, ഞാൻ ആടുകളുടെ ഇടയനാകുന്നു, ഞാൻ വാതിലാകുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കുത്ത് ഉപദേശത്തിലൂടെ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. അവിടെ അന്യതാപദേശം വരാൻ പാടില്ല. ഹല്ലേലൂയ. വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. സ്തോത്രം. തനിക്കുള്ളവയെ ഒക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുൻപായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനം ഭക്തിക്കുത്ത് ഉപദേശം പ്രസംഗിക്കുമ്പോൾ ആ ശബ്ദം കേട്ട് കർത്താവിനെ അനുഗമിക്കുന്നവരായി നമ്മൾ തീരണം. ഇല്ലെങ്കിൽ ആടുകൾ തെറ്റിപ്പോകും. അവർ എൻ്റെ ശബ്ദം കേൾക്കുകയും എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനം ഭക്തിക്കുത്ത് ഉപദേശമാണ് അപ്പോസ്തലന്മാർ പറയുന്നത്. അത് കേട്ടനുസരിക്കുമ്പോഴാണ് നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നത്. അല്ലെങ്കിൽ കർത്താവുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ വളരെ വ്യക്തമായി ചെയ്തിട്ടുണ്ട്. അവൻ ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുൻപായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ ഉപദേശം, ക്രിസ്തുവിൻ്റെ ഉപദേശം, പത്യവചനം, പത്യോപദേശം അത് കേട്ട് അവരനുഗമിക്കുന്നു. ഇന്നിപ്പോൾ ദുരുപദേഷ്ടകന്മാർ സഭ കയ്യേറിയിരിക്കുക. നുഴഞ്ഞു വന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും സഭയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. വേദന കൊണ്ടാണ് ഞാൻ ഈ സന്ദേശം പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം നന്നായിട്ട് വായിച്ചു പഠിക്കണം. അവൻ്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായിക കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ടോടിപ്പോകും. ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു. എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നതെന്ന് അവർ ഗ്രഹിച്ചില്ല. ഇന്നും അതൊക്കെ തന്നെ.
എത്ര പറഞ്ഞാലും ഗ്രഹിക്കാൻ പറ്റത്തില്ല, ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ബുദ്ധി അഫലമായിപ്പോയി. ഞാനതിന് പറയുന്നത്, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ളവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഇതെന്നും വഞ്ചനയുടെ ആത്മാവ് ഇതിനാൽ അറിയാം. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് വന്നാലേ നമ്മൾ ദൈവത്തിനുള്ളവരാകത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ സാത്താൻ്റെ വകയായി പോകും സഹോദരങ്ങളെ. ഞങ്ങളാ ദൈവത്തിൽ നിന്നുള്ളവർ, അപ്പോസ്തലന്മാരാ ദൈവത്തിൽ നിന്നുള്ളവരെ. അല്ലാത്തവരൊക്കെ കള്ളന്മാരും കവർച്ചക്കാരുമാണ്. പിതാവ് തിരഞ്ഞെടുത്ത് തൻ്റെ പുത്രന് കൊടുത്ത ആദ്യം അപ്പോസ്തലന്മാർ, പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ, ആന്ത്രോസ്, അങ്ങനെ ആദ്യമായവർ കർത്താവിൻ്റെ അപ്പോസ്തലന്മാരാണ്. ഒരു പിതാവ് തിരഞ്ഞെടുത്ത് യേശുവിന് കൊടുത്തതാ. അവർ പറയുന്ന ഉപദേശം കേട്ട് ജീവിക്കുമ്പോഴും നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ വല്ലവരെയൊക്കെ അനുഗമിക്കുന്നത്. ശരത് പവാറിനെ അനുഗമിച്ച ഒരു സഹോദരനെ എനിക്കറിയാം. പുള്ളി പറഞ്ഞ ശരത് പവാർ നല്ല മനുഷ്യനാണ്, ആയിരിക്കാം. ശരത് പവാറും ദൈവരാജ്യമായിട്ട് എന്ത് ബന്ധം? ഇപ്പം ഈ പുള്ളി കോടീശ്വരനായിപ്പോ. ഈ ശരത് പവാറിനെ അനുഗമിച്ച പുള്ളി കോടീശ്വരനായി. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? രക്ഷയും സന്തോഷവും പ്രത്യാശയും എല്ലാം പോയി. ഇനി എപ്പോൾ നരകത്തിൽ പോയാൽ മതി, ആ പരുവത്തിൽ ഇരിക്കുക. ഇട്ടുമൂടാനുള്ള കാശുണ്ട്. ആളും പേരും പ്രസ്ഥാനമൊന്നും ഞാൻ പറയുന്നില്ല. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, അവൻ ഇടയിലില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നവരുമായി മാറി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും അപ്പോസ്തലന്മാർ അവർ നടത്തിയ സഭകളിലെ ആടുകളെ പഠിപ്പിച്ച് അവരെ പ്രാപ്തന്മാരാക്കിയതുപോലെ ഇന്നുള്ള പാസ്റ്റർമാർ, ശുശ്രൂഷകന്മാർ രക്ഷിക്കപ്പെട്ട് വരുന്ന വിശ്വാസികളെ പഥ്യവചനം, പഥ്യോപദേശം പഠിപ്പിച്ച് അവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി അവർ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കി നിർത്തുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തേക്ക് പോകാൻ എങ്ങനെ കഴിയുമെന്ന് എൻ്റെ ചോദ്യം. സ്വർഗരാജ്യം, ദൈവരാജ്യം എന്നുള്ളതാണ് നമ്മുടെ പ്രധാന വിഷയം. സ്വർഗരാജ്യത്തെ ബലാത്കാരികൾ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി വേദഭാഗങ്ങൾ എൻ്റെ ഹൃദയത്തിലൂടെ പോകുന്നെങ്കിലും ഞാൻ വേഗത്തിൽ ഈ വിഷയം ഒന്ന് കൺക്ലൂഷൻ ചെയ്യാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. എഫേസ്യ ലേഖനം എൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്കറിയാമെങ്കിലും ഇതൊക്കെ നിങ്ങൾ മറന്നുപോയത് ഒന്ന് ഓർപ്പിച്ചുണർത്തുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. വേറൊന്നും ഞാൻ ചെയ്യുന്നില്ല. എത്ര പ്രസംഗിച്ചാലും എത്ര കേട്ടാലും ഇതൊക്കെ നിങ്ങൾ കേട്ടതും പഠിച്ചതും പഠിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ ഇന്ന് രാത്രി നിങ്ങളെ ഞാൻ ഓർപ്പിച്ചുണർത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ, മറ്റൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇവിടെ കർത്താവ് നിയമിച്ച ശുശ്രൂഷകന്മാരെക്കുറിച്ചും അവരുടെ ശുശ്രൂഷയെക്കുറിച്ചും ആ ശുശ്രൂഷ വ്യവസ്ഥാപിതമായി ചെയ്തില്ലെങ്കിൽ അതിൻ്റെ തകർച്ചകളും അതിൻ്റെ കോട്ടങ്ങളും ഒക്കെ എഫേസ്യ ലേഖനം 4:11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളുണ്ട്. അത് ദൈവദാസന്മാരും വിശ്വാസികളും പ്രിയപ്പെട്ടവരും നന്നായിട്ട് വായിച്ചു പഠിച്ചോണം. അതൊന്നും ഇന്ന് പ്രസംഗിക്കപ്പെടുന്നില്ല. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, എഫേസ്യർ 4:11 വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചില പ്രവാചകന്മാരായി, ചില സുവിശേഷകന്മാരായി, ചില ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും. അപ്പോൾ ദൈവം നിയമിച്ച ശുശ്രൂഷാ വൃന്ദങ്ങൾ, പുതിയ നിയമത്തിലെ ദൈവം നിയമിച്ച ശുശ്രൂഷാ വൃന്ദങ്ങൾ ആരൊക്കെ? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. 4-5 പഠിപ്പിക്കുന്നുണ്ട്. ദൈവസഭയിൽ ദൈവം നിയമിച്ച ശുശ്രൂഷകന്മാരുണ്ട്. ചോദിക്കും, പാസ്റ്റർ ഇന്ന് സംഘടനകളിലുണ്ടോ? അത് നിങ്ങൾ പരിശോധിച്ചോണം. എനിക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഞാനും പറയുമ്പോൾ അത് വലിയ പിണക്കായിട്ടൊക്കെ പോകും. പിണക്കായിട്ട് പോയാലും ഞാൻ പറയുന്ന ആളാ. നമ്മൾ പറയാതിരിക്കാൻ പറ്റും, സത്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ സത്യം പറയുകൊണ്ട് ശത്രുവായി പോയോ? ഗലാത്യർ 4:16. സത്യം പറഞ്ഞാൽ ശത്രുവായപ്പോഴും കുഴപ്പമൊന്നുമില്ല, കർത്താവ് നോക്കിക്കോളൂ. ദൈവം നിയമിച്ചു വെച്ച ശുശ്രൂഷാ വൃന്ദങ്ങളാണ് എഫേസ്യർ 4:11 മുതൽ 16 വരെയുള്ള വാക്യത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന 4 അല്ലെങ്കിൽ 5 വിധ ശുശ്രൂഷ വൃന്ദങ്ങൾ. ദൈവം നിയമിച്ചവരാ. ഇന്നിപ്പോ സഭകളിൽ സംഘടന നിയമിച്ചവരും പിന്നെ സ്വയം കയറി ആയവരും
പിന്നെ ദൈവം നിയമിച്ച ഒരു 3 ഗ്രൂപ്പ് ഉണ്ടെന്നാണ് ഞങ്ങളെ പണ്ട് പഠിപ്പിച്ചത്. സംഘടന ആക്കി വെച്ചവരുണ്ട്, സ്വയം കയറി ആകുന്നവരുണ്ട്, കർത്താവ് ആക്കി വെച്ചവരുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ ഉപദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ആക്കി വെച്ചവർ ആരാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായൊരു ചിത്രം നിങ്ങളുടെ ഹൃദയത്തിൽ കിട്ടും. എഫേസ്യ ലേഖനം 4 ഇത് ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. കാരണം അതുപോലെ പഠിപ്പിച്ച് എടുക്കേണ്ട ഒരു വിഷയമാണിത്. ദൈവമാക്കി വെച്ച ശുശ്രൂഷ വൃന്ദങ്ങൾ. പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ചു എന്നവിടെയും കാണുന്നു. എഫേസ്യർ 4:11 ഞാൻ വരുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചില സുവിശേഷകന്മാരായി, ചില ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. ദൈവം നിയമിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ നിയമനം. അമേരിക്കയിൽ അവരുടെ സെനറ്റ് എല്ലാം കൂടി ചേർന്ന് ഇന്ത്യയിൽ ഒരു അംബാസഡർ ഉണ്ട്, അമേരിക്കൻ അംബാസഡർ. അത് ഇന്ത്യയിലുള്ള അമേരിക്കൻ അംബാസഡറാണ്. നമ്മുടെ അംബാസഡർ അവിടെയും ഉണ്ട്. ഓരോ രാജ്യത്തുള്ളവർ അങ്ങോട്ട് വഴക്കുണ്ടാകുമ്പോൾ അവരെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കും. അതെന്തോ ആകട്ടെ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പം ദൈവമാക്കി വെച്ച അംബാസഡർമാരുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കവിടെ അത് കാണാൻ കഴിയുന്നു. എത്ര പേരത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ദൈവമാക്കി വെച്ച ശുശ്രൂഷകന്മാർ. വി ആർ ദ അംബാസഡർ ഓഫ് ക്രൈസ്റ്റ്. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അവൻ നിങ്ങളെ പുതു നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകാൻ പ്രാപ്തന്മാരാക്കി. സ്തോത്രം. ശ്രദ്ധിക്കണേ, 2 കൊരിന്ത്യർ ലേഖനം 3-ലും അതിൻ്റെ 6-ാം വാക്യം, അവൻ നിങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അത് KJV ട്രാൻസ്ലേഷൻ പഠിക്കുമ്പോൾ പുതു നിയമത്തിന്റെ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരാക്കി. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിലും വിലപ്പെട്ട ഒരു സന്ദേശം നമുക്ക് കാണാൻ കഴിയും. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. സ്ഥാനാപതികൾ, അംബാസഡർമാർ അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. അവർ പ്രബോധിപ്പിക്കുന്നത് ദൈവം പ്രബോധിപ്പിക്കുന്നത് പോലെയാ. കാരണം ദൈവം അവരെ ആക്കി വെച്ചതാ. ഇപ്പൊ സഭകൾക്ക് പറ്റിയ ദുരന്തം ദൈവം ആക്കി വെച്ച ഒരു സഭയിലില്ല. പഴയ നിയമം പഠിക്കുമ്പോൾ ശമൂവേൽ പ്രവാചകൻ രാജാവായിട്ട് ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്യാനായിട്ട് ഇശായിയുടെ ഭവനത്തിൽ ചെല്ലുന്ന ചരിത്രം നമുക്ക് പഠിക്കാൻ കഴിയും. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം. അവിടെ ചെല്ലുമ്പോൾ ആദ്യത്തെ മൂത്തവൻ കയറി വരിക. അപ്പൊ ശമൂവേൽ എന്ത് ചെയ്യുക? അഭിഷേക തൈലം എടുത്ത് അവൻ്റെ തലയിലോട്ട് ഒഴിക്കാൻ പോവുക. അപ്പൊ ദൈവം പറയുക, നോ 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 നോ, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു. മനസ്സിലായോ? ഓരോരുത്തരായിട്ട് വന്നു. ശമൂവേൽ പ്രവാചകൻ അവരെ അഭിഷേകം ചെയ്യാനായിട്ട് ദൈവം അവനെ തടഞ്ഞു. അവസാനം ഇശായിയോട് ചോദിച്ചു, നിന്റെ മക്കളെല്ലാവരുമായോ? ഒരുത്തനുണ്ട്, അവൻ കാട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ ശമൂവേൽ പറയുന്നൊരു ഭാഗമുണ്ട്, അവൻ വന്നല്ലാതെ നാം പന്തിഭോജനത്തിലിരിക്കുകയില്ല. അഭിഷേക ശുശ്രൂഷ കഴിഞ്ഞ ഉഗ്രം ചാപ്പാട് റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുക. ചാപ്പാടിക്കണമെങ്കിൽ അവൻ വരണം. ആളെ വിട്ട് അവനെ വരുത്തി. അവൻ വന്നപ്പോൾ അവനാണ് ദൈവം തിരഞ്ഞെടുത്തവൻ. അപ്പൊ ദൈവം തിരഞ്ഞെടുത്തവൻ കാട്ടിലും, അല്ലാത്തവരൊക്കെ സഭകളിലും അരങ്ങ് തകർക്കുക. ഇന്ന് നിങ്ങൾ എന്നോട് പുറത്തു കൊള്ളണമേ. ദൈവമാക്കി വെച്ചവൻ കാട്ടിലും വല്ലയിടത്തും കിടക്കുക. പക്ഷേ അല്ലാത്തവര് ആത്മീയ ഗോളത്തിൽ കിടന്ന് അരങ്ങ് തകർക്കുക. ശ്രദ്ധിക്കണേ, ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്. ഞാൻ കമ്പിവാചകം പോലെ പറഞ്ഞു പോവുക. കർത്താവാക്കി വെച്ച അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാരെവിടെ? പണ്ടൊരു വാസി ചോദിച്ചോലെ,
ബെസലേലുമാരെവിടെ? സമാഗമന കൂടാരം പണിയാൻ ദൈവമാക്കി വെച്ചവരെവിടെ? ഇവിടെ നമ്മൾ സഭ പണിയുക, അവർ സമാഗമന കൂടാരം പണിതു. ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വസിക്കുന്ന കൂടാരം പണിയാനായിട്ട് ദൈവാത്മാവിൻ്റെ ജ്ഞാനമുള്ള ശുശ്രൂഷകന്മാരുണ്ടായിരുന്നു, ദൈവമാക്കി വെച്ചവരുണ്ടായിരുന്നു. ഇന്നെല്ലാവരും കയറി അങ്ങ് പണിയുക. പാലെടുത്തവനെല്ലാം വെളിച്ചപ്പാടനെന്ന് പറഞ്ഞ പോലെ. സഭയുടെ ദുരന്തം ഇവിടെ സംഭവിച്ചേ. അതുകൊണ്ട് ഒരു പ്രാർത്ഥനാ വിഷയമായിട്ട് നിങ്ങളുടെ മുൻപിൽ ഞാൻ വയ്ക്കുക. ദൈവമാക്കി വെച്ച ശുശ്രൂഷകന്മാർ എഴുന്നേറ്റ് സഭയെ ഉപദേശിക്കണം, സഭയെ പ്രസംഗിച്ച് കേൾപ്പിക്കണം. ക്രിസ്തുവിൻ്റെ ഉപദേശം, പത്യോപദേശം അവരെ പ്രസംഗിച്ച് ഒരാത്മീയ പ്രബുദ്ധരാക്കി മാറ്റണം. ഇല്ലെങ്കിൽ പ്രയോജനമില്ല. മുഴുവൻ കുരുടന്മാരും ദരിദ്രന്മാരും നഗ്നന്മാരുമായിട്ട് കിടക്കുക. അതറിയാതിരിക്കുന്നു എന്നാണ് അവിടെ ലവോദിക്കയെ കുറിച്ച് പറയുന്നത്. അവർ കുരുടനാണെന്ന് അറിയത്തില്ല, നഗ്നനാണെന്ന് അറിയത്തില്ല, ദരിദ്രനാണെന്ന് അറിയത്തില്ല. ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല, എല്ലാം ഓക്കെ. ഞങ്ങൾക്ക് സഭായോഗം, കോട്ടേജ് മീറ്റിംഗ്, കൺവെൻഷൻ, ഉപവാസ പ്രാർത്ഥന, ലേഡീസ് മീറ്റിംഗ്, പ്രവർത്തനങ്ങൾ എല്ലാം ഓക്കെ, ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾക്കൊന്നിനും മുട്ടില്ല. കർത്താവരോട് പറയുന്നത്, നീ ദരിദ്രനാണ്, നീ നഗ്നനാണ്, നീ കുരുടനാണ്, തന്നിമിത്തം അരിഷ്ടനും നിർഭാഗ്യവാനും എന്നറിയാതിരിക്കുന്നു. പുതിയ നിയമയ സഭയെ, നിയമസഭയിലെ ഓരോ വ്യക്തികളാണല്ലോ നിങ്ങൾ. നമ്മുടെ അവസ്ഥ എന്താ? ദൈവമാക്കി വെച്ചവരാണോ നിങ്ങൾ ശുശ്രൂഷ പഠിപ്പിക്കുന്നത്, അല്ലെ ശുശ്രൂഷിക്കുന്നത്? ദൈവമാക്കി വെച്ചവരാണോ നിങ്ങളോട് ശുശ്രൂഷ ചെയ്യുന്നത്, നിങ്ങളെ പഠിപ്പിക്കുന്നത്, വചനം പഠിപ്പിക്കുന്നത്, വചനം പ്രസംഗിച്ച് ഗ്രഹിപ്പിക്കുന്നത്, വിശുദ്ധ ഉപദേശത്തിൽ നടത്തുന്ന ദൈവമാക്കി വെച്ചവരാണോ? അതോ സംഘടന ആക്കി വെച്ചവരാണെന്ന് പുനഃപരിശോധന ചെയ്യുക. ഇല്ലെങ്കിൽ അപകടം അതിൻ്റെ പിന്നിലുണ്ട്. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നു, ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. ദൈവം അയച്ചവനാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം സംസാരിച്ചുകൊണ്ടിരിക്കും, ഉപദേശം പറഞ്ഞുകൊണ്ടിരിക്കും, ദൈവസഭയുടെ ഉപദേശം പറഞ്ഞുകൊണ്ടിരിക്കും. അവരെ പഠിപ്പിച്ച് ഉപദേശത്തിൽ നിലനിർത്തും. ലോകത്തിൽ നടത്തിയെടുത്ത് ദൈവ അവസ്ഥയിൽ അവരെ നിലനിർത്തി കർത്താവിൻ്റെ ഒരുവിനോട് ഒരുക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള സഭകൾ ഇന്ന് ഭൂമിയിലുണ്ടോ? മഷിയിട്ട് നോക്കിയാൽ കിട്ടുമോ? ഹല്ലേലൂയ. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. അവൻ ചില അപ്പോസ്തലന്മാരായി, ചില പ്രവാചകന്മാരായി, ചില സുവിശേഷകന്മാരായി, ജഡീയന്മാരായി, ഉപദേഷ്ടകന്മാരായി നിയമിച്ചിരിക്കുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കേട്ടോ. എഫേസ് ലേഖനങ്ങളുടെ റാണി എന്നാണ് വേദപണ്ഡിതന്മാർ കൊടുത്തിരിക്കുന്ന പേര്. ദൈവമാക്കി വെച്ച ശുശ്രൂഷ വൃന്ദങ്ങളും അവരുടെ ശുശ്രൂഷയും, അവർ ചെയ്ത ശുശ്രൂഷ ആ വസ്തുപ്രകാരം ചെയ്തില്ലെങ്കിൽ അത് മുഖാന്തരം ഉണ്ടാകുന്ന ദുരന്തവുമാണ് ഈ എഫേസ്യർ 4:11 മുതൽ 16 വരെ. എല്ലാ വിശ്വാസികളും പാസ്റ്റർമാരും അത് വായിച്ച് പഠിക്കണമേ എന്ന് ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കുക. പുസ്തകം വായിക്കാത്ത വിശ്വാസി, പുസ്തകം വായിച്ച് പ്രസംഗിക്കാത്ത ശുശ്രൂഷകന്മാർ. ഒരു ഇൻ്റർനാഷണൽ പ്രീച്ചറിനെ കുറിച്ച് ഒരാൾ എന്നോട് പറഞ്ഞ് ഞാൻ കേട്ട് ഞെട്ടിപ്പോയി. പുള്ളി പുസ്തകം വായിക്കത്തുമില്ല, പ്രാർത്ഥിക്കത്തുമില്ല. ആരാണ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം തന്നെ ലോകത്തെ കീഴ്മേ മറിച്ചുകൊണ്ടിരിക്കുന്ന പാർശ്വമാണ്. ഹല്ലേലൂയ. ലോകത്തുള്ള വലിയ വലിയ സ്കോളേഴ്സ് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ അത് പകർത്തിയെടുത്ത്, അത് അപ്പിയെടുത്ത്, ഒപ്പിയെടുത്ത് അത് പറഞ്ഞുകൊണ്ടിരിക്കുക. പുസ്തകം വായിച്ച് പ്രസംഗിക്കാൻ അറിയത്തില്ല, ഉപദേശം പ്രസംഗിക്കാൻ അറിയത്തില്ല. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്, കണ്ടോ, ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനെ നിൽക്കുക, ശ്രമിക്കുക. നീ നിന്നെ സൂക്ഷിക്കാൻ, ഉപദേശം സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കും. അപ്പൊ സഭയിൽ എന്തായിരിക്കും? ഉപദേശം പ്രസംഗിക്കണം. പുതിയ നിയമസഭയിൽ ഉപദേശം പ്രസംഗിക്കണം. അപ്പോസ്തലന്മാർ തരുന്ന ഉപദേശം പ്രസംഗിക്കണം. അപ്പോസ്തലന്മാരുടെ ഉപദേശം പ്രസംഗിക്കണം. പ്രസംഗിച്ചവരെ ആത്മീയമായി വളർത്തിയെടുക്കണം. ഇല്ലെങ്കിൽ കർത്താവിൻ്റെ ഒരു പോകാൻ ആള് കാണത്തില്ല. ഇവിടെ കിടന്ന് കൈയും കാലും ഇട്ടടിക്കും എല്ലാവരും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ക്രിസ്തു വരുന്നുണ്ട്. അവൻ്റെ മുമ്പിൽ ഒരു പേരുകൂടിയുണ്ട്, എതിർ ക്രിസ്തു. കൈവിടപ്പെട്ടുപോയവര് തൊഴിക്കാനായിട്ട് ഒരുത്തനെ ദൈവം വിടുന്നുണ്ട്. അവൻ്റെ കയ്യിലേക്ക് കൈവിടപ്പെട്ടുപോയവരെ കർത്താവ് കൊണ്ടെത്തിക്കും. പിന്നെ അവൻ്റെ അവസ്ഥ മരണം കൊതിക്കും, മരണം ദാഹിക്കും. വെളിപ്പാട് 9 ആ ദൂതുണ്ട്. മരണത്തിന് വേണ്ടി കൊതിക്കുന്ന, മരണത്തിന് വേണ്ടി ദാഹിക്കുന്ന കാലങ്ങൾ വരുന്നു. മലകളെ, പാറകളെ ഞങ്ങളുടെ മേൽ വീണ് ഞങ്ങളെ മൂടുവിൻ.
എത്ര വേദനാജനകമാണെന്ന് നോക്കിക്കോളാം. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ, അല്ലെങ്കിൽ എനിക്കിത് കൺക്ലൂഷൻ ചെയ്യാൻ പറ്റത്തില്ല. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, സുവിശേഷന്മാരായി, ഇടയന്മാരായി, ഉപദേശകന്മാരായി നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും. ആ അതെന്നുള്ളത് നിയമിച്ചത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമുദായ പ്രായത്തിൻ്റെ അളവും വിശുദ്ധന്മാരുടെ യഥാസ്ഥാനയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മവർദ്ധനവുമാകുന്നു. അപ്പൊ ദൈവം സഭയിൽ ശുശ്രൂഷകന്മാരെ നിയമിച്ചതിന്റെ ഉദ്ദേശം എന്താന്ന് ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരെ നിയമിച്ചത് 5 വിധ ശുശ്രൂഷകളെ അല്ലെങ്കിൽ 4 വിധ ശുശ്രൂഷന്മാരെ നിയമിച്ചത് നാം എല്ലാവരും, പൗലൂസ് ഇൻക്ലൂഡിങ് പൗലൂസും എഫേസ്യ സഭയിലെ വിശ്വാസികൾ എല്ലാവരും, നാം എല്ലാവരും വിശ്വാസത്തിൽ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത, തികഞ്ഞ പുരുഷത്വം, ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവ് ഒരുപോലെ പ്രാപിച്ചെടുക്കാനാ. ഇന്നങ്ങനെയാണോ? ഇന്നങ്ങനെയാണോ സഭകളിൽ? അല്ല. വിശ്വാസം മറ്റൊന്നാണ്, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം വേറെ നിലയിൽ കിടക്കുന്നു, പുരുഷത്വം എന്നുള്ളത് ശൈശവത്തിൽ കിടക്കുക. ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കാൻ കഴിയാതെ ഇങ്കഞ്ഞ് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ശിശുക്കളുടെ കൂട്ടമായി സഭ തീർന്നിരിക്കുക. സഭ മുഴുവൻ ശൈശവാവസ്ഥയിൽ കിടക്കുക, കുഞ്ഞുങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. പാസ്റ്റർമാരും കുഞ്ഞുങ്ങളും വിശ്വാസികളും കുഞ്ഞുങ്ങൾ, പാസ്റ്റർ കുഞ്ഞുങ്ങളും വിശ്വാസി കുഞ്ഞുങ്ങളും തമ്മിലുള്ള അടി, അതായത് സഭയുടെ നടക്കുന്നത്. ചുവട് വെച്ച് വിശ്വാസികളെ അടിച്ചെന്നൊരു സഹോദരൻ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നടക്കുന്ന കാര്യങ്ങളായത്. ദൈവമാക്കി വെച്ച ശുശ്രൂഷ വൃന്ദങ്ങളുടെ ഉപദേശം കേട്ട് വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവും എല്ലാവർക്കും ഒരുപോലെ ആകണം, ഒരുപോലെ ആകണം, ഒരുപോലെ ആകണം. എഫേസ്യർ 4 അതിൻ്റെ 1 മുതൽ അങ്ങ് വായിക്കാൻ വേണമെങ്കിൽ. കർത്തസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സമ്മതിയോടും ദീർഘക്ഷമയോടും കൂടി നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാൽപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചു. പ്രത്യാശ ഒന്നായിരിക്കണം, ഏക പ്രത്യാശ. നിങ്ങൾ വിളിച്ചപ്പോൾ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും നീതിയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായ ഒരുവൻ. ഇവിടെ പൗലോസ് പറഞ്ഞത് ശ്രദ്ധിക്കുക. ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാം ഒന്ന്, ഉപദേശം ഒന്ന്. ഇന്നിപ്പം 1000 ഉപദേശമായി കിടക്കുക. പുതിയ നിയമസഭയുടെ ഉപദേശം അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൂട്ടായി മരിച്ചപ്പം തുറക്കി പ്രാർത്ഥന വെച്ചും പോന്നു. സഭകളെ പാസ്റ്റർമാർ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നില്ലെങ്കിൽ വിശ്വാസി 1 ഇഞ്ച് വളരത്തില്ല. നിങ്ങൾക്ക് സ്വത്രാഴ്ച കിട്ടും, ദശാംശം കിട്ടും, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ MBA പഠിപ്പിക്കാം, ഡോക്ടറേറ്റ് പഠിപ്പിക്കാം, പിന്നെ എയർ ഹോസ്റ്റസ് ആക്കാം, എല്ലാം ചെയ്യാം. അതൊക്കെ നടക്കും. ആത്മീയമായി 1 ഇഞ്ച് പണിയപ്പെടുത്തുകയില്ല, വളരത്തില്ല. കാരണം എന്താ? അതിനുള്ള വ്യവസ്ഥ ഇവിടെ കിടക്കുക. 5 വിധ ശുശ്രൂഷകളെ അല്ലെങ്കിൽ 6 വിധ ശുശ്രൂഷകന്മാരെ ദൈവം സഭയിലാക്കി വെച്ചു എന്ന് പൗലോസ് പഠിപ്പിക്കുമ്പോൾ അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമുദായ പ്രായത്തിലുള്ള ഒരുപോലെ ആയിരിക്കണം. വിശുദ്ധന്മാരുടെ യഥാശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയവർദ്ധനവിനാകുന്നു. സഭയുടെ ശരീരമാണ് സഭയുടെ ആത്മീയവർദ്ധനവിനാണ്. വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. 100 പ്രാവശ്യം വേദഭാഗം വായിച്ചു പഠിക്കണം പാസ്റ്റർമാരും വിശ്വാസികളും. ഹല്ലേലൂയ. ഒരു പ്രസംഗത്തിന്റെ ഹെഡിങ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനം മടുപ്പ് വരിക. നിന്നെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാൻ പോവുക. പിന്നെ അടുത്ത് നിന്നെ ഒരു അസാധാരണ മനുഷ്യനാക്കി ദൈവം മാറ്റാൻ പോവുക. ശരിയാ. 2 കൊമ്പും ഒരു വാലും ഒക്കെ വെച്ച് അസാധാരണ മനുഷ്യനാക്കാൻ പോവുക. എന്തൊക്കെ പറയുന്നത്? നഷ്ടപ്പെട്ടത് തിരിച്ചു തരുമെന്നും നിന്റെ ശൂന്യത മാറ്റി നിന്റെ പടക് നിറയ്ക്കുമെന്നും പിന്നെ നിന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുമെന്നും നിന്റെ മക്കൾക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ കൊടുക്കുമെന്നും
പാസ്റ്റർമാർ പ്രസംഗിക്കുകയും പ്രവചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ട് വിശ്വാസി തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുക. തുള്ളി 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 നരകത്തിലേക്ക് പോവുക. ഇവിടെ ദൈവമാക്കി വെച്ച ശുശ്രൂഷകന്മാരുടെ ഉപദേശം കേട്ട് ശുശ്രൂഷയുടെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനവ്, ക്രിസ്തുവിൻ്റെ ശരീരം സഭ, തല ക്രിസ്തു, ആത്മീക വർധനവ്. ഹല്ലേലൂയ. ആത്മീയ വർധനയ്ക്കുമാകുന്നു. ഇനി 14 വാക്യം വായിക്കാം. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തൊക്കൊണ്ട് ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴുന്ന ശിശുക്കളായിത്തീരും. ഇന്നത്തെ ക്രൈസ്തവ ഗോളം, ആത്മീയ ഗോളം മുഴുവൻ നല്ലൊരു പങ്കും എഫെസർ 4:14 കിടക്കുന്നുവെന്ന് ഞാൻ ദുഃഖത്തോടെ പറയട്ടെ, വേദനയോടെ പറയട്ടെ, ഹൃദയം തകർന്നവനായി ഞാൻ പറയട്ടെ. 8 പോക്കറ്റും 10 പോക്കറ്റും പിന്നെ ലോകത്തില്ലാത്ത അറിവുകളൊക്കെ പ്രാപിച്ച് ദൈവവചനം പ്രസംഗിക്കാനായിട്ട് ഇന്ന് സഭകളിൽ കയറിക്കൂടിയിരിക്കുന്ന വ്യാജ ശുശ്രൂഷകന്മാരെ കൊണ്ട് സഭ തകർന്ന് തരിപ്പണമായി കിടക്കുക. പത്രോസിനെയും യോഹന്നാനെയും കുറിച്ച് പറയുന്ന പഠിപ്പില്ലാത്തവരും സാമാന്യ മനുഷ്യരെന്നറിയാൽ ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടിയായിരുന്നവരായി. അവർ യേശുവിനോടുകൂടിയായിരുന്നു. അവർക്ക് പഠിപ്പില്ല. ഇപ്പം നമുക്ക് പഠിപ്പ് കൂടിപ്പോയി. പഠിച്ചിനി എടുക്കാൻ ഡിഗ്രി ഒന്നുമില്ല പാസ്റ്റർമാർക്കും വിശ്വാസികൾക്കും. എന്തു ഗുണമെന്ന് എൻ്റെ ചോദ്യം. പഠിപ്പില്ലാത്തൊരു സാമാന്യ മനുഷ്യരെന്നറിയാൻ ആശ്ചര്യപ്പെട്ടു. അവരിൽ കൂടി നടക്കുന്ന ദൈവപ്രവൃത്തികളും അവരുടെ വചനങ്ങളും ജനത്തെ ആശ്ചര്യപ്പെടുത്തി. അവർ യേശുവിനോടുകൂടിയായിരുന്നവർ എന്നറിഞ്ഞു. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരാം. അപ്പോൾ അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങി പോകാത്ത കോണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലിഞ്ഞൊരു ശിശുക്കളായിരിക്കാതെ. ഇന്ന് ശിശുക്കളെ കൊണ്ട് നിറഞ്ഞു കിടക്കുക. പാസ്റ്റർ ശിശു, വിശ്വാസി ശിശു. ഏത് ഗ്രൂപ്പ് ഉണ്ടായാലും ശിശുക്കളെല്ലാം കൂടി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഉപദേശത്തിൻ്റെ കാറ്റിനാൽ അലഞ്ഞൊഴുകുന്ന ശിശുക്കൾ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവനും ഭക്തിക്കുള്ള ഉപദേശം മാത്രമേ നമ്മൾ കേൾക്കാവൂ. അന്യതോപദേശം കേട്ടാൽ ആ 14 വാക്യത്തിൽ നമ്മൾ ചെന്ന് പെടും. അലഞ്ഞൊഴുകുന്ന ശിശുക്കളായിപ്പോവും. ശിശു, എൻ്റെ വീട്ടിലൊരു ശിശുവുണ്ട്. എന്തൊക്കെ കാണിക്കുന്നത്, എന്തൊക്കെ കുരുത്തക്കേടാ കാണിക്കുന്നത്, എന്തൊക്കെ പറയുന്നത്. പറയുകയോ പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. കാരണം കുഞ്ഞല്ലേ. പെന്തക്കോസ് ഗോളമേ, ശൈശവാവസ്ഥയിൽ കിടന്ന് ഞെളിപിരി കൊള്ളുന്ന വ്യക്തികളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം വായിച്ചു പഠിക്കൂ. പൗലോസും പത്രോസും യോഹന്നാനും യാക്കോബും യൂദയും തരുന്ന ഉപദേശങ്ങൾ വായിച്ച് പഠിച്ച് ആത്മീയ വളർച്ച പ്രാപിക്കുക, ആത്മീയ വർധന പ്രാപിക്കുക. ഹല്ലേലൂയ. ഇവിടെ അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തൊക്കോണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴുകുന്ന ശിശുക്കളായിരിക്കാതെ. ഉപദേശത്തിൻ്റെ കാറ്റിനാൽ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുക ഇന്നത്തെ ക്രൈസ്തവ സമൂഹം. കാരണം എന്താ? ഉപദേശം അവരെ പഠിപ്പിക്കുന്നില്ല. അപ്പം തിന്നാൻ കൂടി വന്ന ജനത്തോട് കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടത്രേ നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവന് വേണ്ടി നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് പ്രവൃത്തി അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അപ്പോസ്തലന്മാരുടെ ഉപദേശം നമ്മൾ കേൾക്കണം. വിശ്വാസത്തിൽ, ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഐക്യത, തികഞ്ഞ പുരുഷത്വം, ക്രിസ്തുവിൻ്റെ സമുദായ പ്രായത്തിൻ്റെ അളവ് ഒരുപോലെ എല്ലാവരും പ്രാപിക്കണം. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനവ്, നമുക്ക് ആത്മീയ വർധന ഉണ്ടാകണം, ആത്മീയ വളർച്ച ഉണ്ടാകണം, ആത്മീയ നിറവുണ്ടാകണം. അല്ലെങ്കിൽ ഉപദേശത്തിൻ്റെ കാറ്റിനാൽ അലഞ്ഞൊഴുകുന്ന ശിശുക്കളായി നമ്മൾ നശിച്ചു പോകും. ഇവിടെ ഉപദേശത്തിൻ്റെ കാറ്റിനാൽ അലഞ്ഞൊഴുകുന്ന ശിശുക്കളായി പോകും. ശിശുക്കളാകാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയായിത്തീരും. ശരീരം മുഴുവൻ യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോരോ അംഗത്തിന്
അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള സന്ധിയാലും ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവരിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു, കർത്താവിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. മേൽപ്പറഞ്ഞ ശുശ്രൂഷകുന്തന്മാര് സഭയിൽ ഇല്ലാത്തത് കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ യഹൂദന്മാരെ ന്യായപ്രമാണം പഠിപ്പിക്കേണ്ട ശാസ്ത്രിമാരും പരീശന്മാരും അവരുടെ കള്ളക്കച്ചവടം നിമിത്തം കുഴഞ്ഞവരും ചിഹ്നവരുമായി കണ്ടു. അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. ഇന്നത്തെ പെന്തക്കോ സമൂഹത്തിലെ ഒരു വിശ്വാസി 500, 1000, 2000, 3000, 5000 പേരെ കൊണ്ടുവന്ന് ഊറ്റക്കൊള്ളുന്ന വിശ്വാസികളെ ഒരു 2 പേരെ അവരെ അങ്ങോട്ട് ഒന്ന് ഇൻ്റർവ്യൂ ചെയ്തേ, അവരോടൊന്ന് സംസാരിച്ചേ, അവരോടൊന്ന് ഇടപെട്ടേ, അവരാത്മീയമായൊന്ന് പരിശോധിച്ച് നോക്കിയേ. ഒരു മണ്ണാങ്കട്ട അറിഞ്ഞൂടാത്ത വിശ്വാസികൾ. ലേഖനത്തിലെ ഭാഗം ഒരു പാസ്റ്റർ എടുത്ത് വായിക്കാൻ പറഞ്ഞപ്പോൾ ഉൽപ്പത്തി കിടന്ന് തപ്പുക ഒരു വിശ്വാസി. ആരുടെ വിശ്വാസിയാണെന്ന് ഞാൻ പറയുന്നില്ല, നാണം കെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. അപകടം നിറഞ്ഞ അവസ്ഥയാണ്. കർത്താവിന് സഭയെടുക്കാൻ പോവുക. ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിൽക്കാൻ നമുക്ക് അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിപ്പിക്കാം. എഫെസ്യർ 4:11 മുതൽ 16 വരെ എല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിക്കണം. അതിൽ ആ പ്രാരംഭം പറയുന്നത് വിശ്വാസത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത, തികഞ്ഞ പുരുഷത്വം, ക്രിസ്തുവിൻ്റെ സമുദായ പ്രായത്തിൻ്റെ അളവ് എല്ലാവരും ഒരുപോലെ പ്രാപിക്കണം. ദൈവമാക്കി വെച്ച അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ ആദിയായവരുടെ ശുശ്രൂഷ അനുഭവിച്ച് ഈ ആത്മീയ നിലവാരത്തിലേക്ക് വരാതെ സ്വർഗരാജ്യത്തിൻ്റെ പടിവാതിൽ കാണാൻ ആർക്കും പറ്റത്തില്ല. ഇവിടെ കിടന്ന് കളിക്കാം, ഇവിടെ ഉണ്ടാക്കാം, കാറ് മേടിക്കാം, BMW മേടിക്കാം, വലിയ വലിയ മണിമന്ദിരങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കടന്ന് സൂഹിക്കാം. കർത്താവ് വരുമ്പോൾ കൈവിടപ്പെട്ടു. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? വി ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാ, ദൈവം വസിക്കുന്ന മന്ദിരമാ. മോശ ഉണ്ടാക്കിയ സമാഗമന കൂടാരത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വസിച്ചതുപോലെ പുതിയ നിയമ വിശ്വാസിയിൽ ദൈവം വസിക്കുന്നു. മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഓ ഹല്ലേലൂയ. വിശ്വാസിക്ക് ഇത് വല്ല ബന്ധം വല്ലതും ഉണ്ടോ? സമയം എന്നെ പിന്നിട്ടു. ഞാൻ വേഗത്തിൽ ഈ പ്രസംഗ പരമ്പരയിൽ നിന്ന് നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. കർത്താവെന്ന് സഭയെടുക്കാൻ പോവുക. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് പഠിച്ചോ, ആ ഉപദേശത്തിൽ നിലനിന്നോ. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ച് ആ വ്യവസ്ഥയിൽ നിലനിന്ന് ആത്മീയ വളർച്ച പ്രാപിച്ച്, ആത്മീയ വർധന പ്രാപിച്ച്, ആത്മീയ നിറവ് പ്രാപിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങ്. ഈ പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളിത് കേട്ടനുസരിച്ചാലേ, കേട്ടതുകൊണ്ട് ഒരു ഗുണമില്ല, കേട്ടനുസരിച്ച് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം പ്രത്യാശ നിർഭരമായി തീരണം. അതിനാണ് ഞാൻ ഈ ഉപദേശം പറയുന്നത്. എൻ്റെ വചനമുള്ള പ്രസംഗം ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളിലല്ല, ആത്മാവിൻ്റെ ശക്തിയുടെ പ്രവർത്തനത്താൽ അത്രയായിരുന്നത്. പുത്രൻ വചനം സംസാരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്നത് പോലെ പത്രോസ് സത്യവചനത്തെ, റൈറ്റ്ലി ഡിവൈഡിങ് വേർഡ് ഓഫ് ട്രൂത്ത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക, യഥാർത്ഥമായി വിഭാഗിക്കുക, യഥാർത്ഥമായി ഇതിൻ്റെ പൊരുളുകൾ പറയുക. വചനത്തെ കോട്ടിക്കളഞ്ഞ് കൂട്ടിയേർത്ത് മറിച്ച് കളഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും സ്വൈരമായി വിരഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനം ഭക്തിക്കൊത്ത് ഉപദേശം കേട്ടനുസരിക്കുക. അനുസരിച്ച് ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് വരിക, ദൈവത്തിൻ്റെ വിശുദ്ധി പ്രാപിക്കുക, ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരിക. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധനായിരിക്കുക. അങ്ങനെ ആത്മീയ വളർച്ച പ്രാപിച്ച്, ആത്മീയ വർധന പ്രാപിച്ച്, ആത്മീയ നിറവ് പ്രാപിച്ചൊരു വിശ്വാസി മരിച്ചുപോയാൽ ഉയർത്തെഴുന്നേറ്റ് വരും. കർത്താവ് വരുമ്പോൾ അങ്ങനെയുള്ള വിശ്വാസി ഇരുന്നാൽ രൂപാന്തരം പ്രാപിക്കും. അല്ലാതെ ഒന്നും സംഭവിക്കത്തില്ല. കുഴിച്ചിടാൻ നേരത്ത് പാച്ച് പറയണമെന്ന് കേട്ട് ആരും കണ്ണ് മഞ്ഞളിക്കരുത്. അവർക്ക് കവർ കിട്ടാൻ വേണ്ടി അതെല്ലാവരുടെ അപ്പുറവും പറയും അവർ. ഹല്ലേലൂയ. വിശ്വാസികളെ ആ രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. പെറ്റുകിടക്കുന്ന അല്ലെങ്കിൽ പ്രസവിച്ച് അപ്പം തന്നെ പ്രസവിച്ചിട്ടൊരു കുഞ്ഞ് പാൽ കുടിക്കുമോ? അതിനെടുത്ത് കൊടുക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്ന 50, 60, 70 വയസ്സായ അമ്മമ്മമാരോ അപ്പച്ചന്മാരോ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് വചനം എടുത്തു കൊടുക്കണം.
അവരെ ശാന്തമായി പറഞ്ഞ് പഠിപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എഫേസ്യ ലേഖനം 4:11 മുതൽ 16 വരെയുള്ള വാക്യം വായിച്ച് പഠിച്ച് അവർ പറയുന്ന ഉപദേശം കേട്ടനുസരിച്ച് ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ സർവശക്തനായ ദൈവം കരുണ ചെയ്യട്ടെ, കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദുരുപദേശങ്ങളെ വിട്ടൊഴിയുക, കള്ളപ്രവാചകന്മാരെ, ദുർപദേഷ്ടകന്മാരെ വിട്ടൊഴിയുക. അപ്പോസ്തലന്മാർ പറഞ്ഞ ഉപദേശത്തിലേക്ക് വരിക. ആ ഉപദേശപ്രകാരം ആത്മീയ വളർച്ച, ആത്മീയ വർധന, ആത്മീയ നിറവ് പ്രാപിച്ച് വീണ്ടും വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഈ സന്ദേശം നിങ്ങൾക്ക് മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം.